അങ്ങനെ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മോള് ഉടമ്പടിയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം മോള് തന്നെ തീരുമാനിച്ചോ, മോൾക്ക് IELTS എഴുതണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കിക്കോ, കുഴപ്പമില്ല, അതല്ല ഇനി മടുത്തു PT എഴുതിയാൽ മതിയെങ്കിൽ അത് എഴുതിക്കോ, എന്താണെന്ന് വിചാരിച്ചാൽ മോള് തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പം അവൾക്ക് ഭയങ്കര പേടി, കാരണം ഓരോ എക്സാം എഴുതുമ്പോഴും ഒരുപാട് പൈസ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അവൾ കാരണം ഇനിയും പൈസ നഷ്ടമാവുമെന്ന് കരുതിക്കൊണ്ട് അവൾക്കൊരു പേടി. അപ്പം അവൾ പറഞ്ഞു, ഇല്ല മമ്മി എന്താ പറയണേന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അവളോട് ഞാൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്തായാലും കുഴപ്പമില്ല, പൈസ മോള് നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് എന്നാലും ഒരു തീരുമാനം എടുക്കാനായിട്ട് ഭയങ്കര മടി. അപ്പം ആ സമയത്ത് അവൾ മാതാവിൻ്റെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മാതാവിൻ്റെ പ്രദർശനം വെച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ഇപ്പം മാതാവിന് എന്താണോ താല്പര്യം, ഞങ്ങൾ IELTS എഴുതാനാണ് മാതാവിന് താല്പര്യമെങ്കിൽ മാതാവ് അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, എന്നിട്ട് മമ്മി വിചാരിച്ചത് മാതാവിനെ കിട്ടുകയാണെങ്കിൽ എഴുതാമെന്നാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഞാൻ അതാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനും അങ്ങനെ വിചാരിച്ചു, നമുക്ക് ഇനിയും IELTS എഴുതണമെന്നുണ്ടെങ്കിൽ മാതാവിനെ പിടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS എഴുതാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് PT എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അന്ന് അങ്ങനെയെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് ഞാനിവിടെ പള്ളിയകത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം അന്ന് ഓരോ ഗ്രൂപ്പിലും ഒരു 10-25 പേരുണ്ടായിരുന്നു. അപ്പം ഈ 25 പേരിൽ നിന്ന് ഒരു നറുക്കിട്ടണ ഒരു മാതാവിനെ കിട്ടാന്ന് പറയുന്നത് അത് മാതാവ് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പം ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് മാതാവിനെ പിടിച്ചുകൊണ്ട് വരുന്നു. അത് മാതാവിൻ്റെ ഒരു വലിയ ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾക്കൊരു ധൈര്യം പകർന്ന് തരുന്നത് പോലെ ഞാൻ തോന്നി. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് മാതാവിനെ അവളുടെ കയ്യിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്തുകൊണ്ട് ഞാനിവിടെ തന്നെ പള്ളിയകത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം പിന്നെ അപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഈ IELTS എന്തായാലും ജയിച്ചു, ഇനിയിപ്പോൾ പരീക്ഷ എഴുതിയേ വേണ്ട, എന്നാൽ തന്നെ ഞങ്ങൾ ജയിച്ചു എന്ന് തന്നെ തീരുമാനിച്ചു.